ഈശോയുടെ സമാധാനം നമ്മളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ ദിവസങ്ങളിലെല്ലാം നാം മൂലപാപങ്ങളെക്കുറിച്ച് ധ്യാനിച്ചു വരികയായിരുന്നു. ഒന്നാമത് അഹങ്കാരം അഥവാ നിഗളം എന്താണെന്നും അതിൻ്റെ മറുമരുന്നിനെക്കുറിച്ചും ദ്രവ്യാഗ്രഹം എന്താണെന്നും അതിൻ്റെ മറുമരുന്നിനെക്കുറിച്ചും നാം കണ്ടു കഴിഞ്ഞു. മൂന്നാമത്തെ മൂലപാപമായ മോഹം എന്താണെന്നും അവ എങ്ങനെയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ കീഴ്പ്പെടുത്തുന്നതെന്നും നമുക്ക് ധ്യാനിക്കാം. എന്താണ് മോഹം? ആ മോഹം എന്ന പാപത്തിൻ്റെ തുടക്കം എവിടെയാണ്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ നമ്മുടെ ആദി മാതാപിതാക്കന്മാർ ആ വൃക്ഷത്തിൻ്റെ പഴം കണ്ടു കഴിഞ്ഞപ്പോൾ ആ വൃക്ഷത്തിൻ്റെ പഴത്തെ മോഹിക്കുകയാണ്. ഇവിടെ പറയാണ്, ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുന്നതിൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. അങ്ങനെ മോഹം എന്ന ആഗ്രഹം വന്നു കഴിഞ്ഞപ്പോഴേ പാപത്തിൻ്റെ തുടക്കം അവിടെ സംഭവിക്കുകയാണ്. ആദ്യമേ നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹം അഥവാ മോഹമുണ്ടാകുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 37-ാം അധ്യായം 16-17 വചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 37-ാം അധ്യായം 16-17 തിരുവചനത്തിൽ ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം, എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു, അതിന് 4 ശാഖകളുണ്ട്, നന്മയും തിന്മയും ജീവനും മരണവും. നാവാണ് ഇതിൻ്റെ നേതാവ്. ഇവിടെ പറയാണ്, ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം. ആദ്യ മാതാപിതാക്കന്മാർക്കും ആ മോഹമുണ്ടായി, അത് ചിന്തയിലൂടെ പ്രവൃത്തിയിലേക്ക് നയിച്ച് മരണത്തിലേക്ക് നയിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെയാണ്. ആദ്യമേ നമ്മളെ ഓരോ മോഹങ്ങൾ, ഓരോ ചിന്തകൾ നമുക്കുണ്ടാകും. അവ നമ്മുടെ ഹൃദയത്തിൽ വേരൂന്നിരിക്കുകയാണ്. എന്നിട്ട് ആ വേര് ഹൃദയത്തിൽ നിന്ന് വളർന്ന് അതിന് 4 ശാഖകൾ, നന്മയും തിന്മയും. തിന്മയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവ നമ്മളെ മരണത്തിലേക്കും, നന്മയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവ ജീവനിലേക്കും നമ്മെ നയിക്കുന്നു. അതുകൊണ്ട് ഈ മോഹം എന്ന പാപത്തെ, ആ മോഹത്തെ നമുക്ക് നിയന്ത്രിച്ചാൽ നമ്മുടെ ശരീരത്തെ മുഴുവൻ നമുക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കും. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ 1 കൊരിന്തോസ് 9-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ പറയുന്നത്. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച് ഞാൻ തന്നെ തിരസ്കൃതരാകാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായിട്ട് നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തുന്നു. നമ്മുടെ ശരീരത്തെയും നമ്മുടെ ചിന്തകളെയും നമ്മൾ കീഴ്പ്പെടുത്തിയാലോ? നാം കണ്ടു, നാവാണ് അതിൻ്റെ നിയന്താവ്. നമ്മുടെ ചിന്തകളിലൂടെ, നാവിലൂടെ തിന്മ പുറത്തേക്ക് വരുന്നു. അതുകൊണ്ട് നമ്മുടെ ആ വേരായ ആ ചിന്തയെ, ആ മോഹത്തെ നുള്ളിക്കളഞ്ഞാൽ നമ്മുടെ നാവിനെ നിയന്ത്രിക്കാനും നമ്മുടെ ശരീരത്തെ പരിപൂർണമായിട്ട് നിയന്ത്രിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഈ ചിന്തയാണ് അഥവാ മോഹമാണ് നമ്മളെ ലൈംഗിക പാപത്തിലേക്കും ജഡീക പാപത്തിലേക്കും നയിക്കുന്നത്. അതാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ 1 യോഹന്നാൻ 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള തിരുവചനത്തിൽ, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. ഇത് പറയണ എന്തെന്നാൽ, ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റേതാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ദൈവഹിതം പ്രവർത്തിച്ചു വരുമ്പോഴാണ് നമ്മൾ ഈ ലോകത്തിൽ നിന്ന്, നമ്മുടെ ചിന്തകളിൽ നിന്ന്, നമ്മുടെ മോഹങ്ങളെ നിയന്ത്രിച്ച് കഴിയുമ്പോഴാണ് ദൈവരാജ്യത്തിലേക്ക് നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രവേശിക്കാൻ സാധിക്കുന്നത്. അതാണ് ഈശോ തൻ്റെ മലയിലെ പ്രസംഗത്തിൽ ഇപ്രകാരം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27-ഉം 28-ഉം തിരുവചനത്തിൽ, വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു.
ഇവിടെ പറയുന്നതെല്ലാം എന്താണ്? ആസക്തിയോടെ സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷനെ നമ്മൾ നോക്കിയാൽ ഹൃദയത്തിൽ അവളുമായി അല്ലെങ്കിൽ അവനുമായി വ്യഭിചാരം ചെയ്യുകയെന്നാണ് ഈശോ പറയുന്നത്. കാരണം നമ്മുടെ ചിന്തകളെ, നമ്മുടെ മോഹങ്ങളെ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നമ്മളെ നയിക്കുന്നത് വലിയ പാപത്തിലേക്കാണ്. അതാണ് ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 34-35 തിരുവചനത്തിൽ പറയുന്നത്. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റെന്നെങ്കിലോ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടു പോകും. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണുകളെ നിയന്ത്രിക്കണം. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ പറയാണ്, നമ്മുടെ കാലിനെ നിയന്ത്രിക്കണം, നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം. യാക്കോബ് 3-2-ാം തിരുവചനത്തിൽ. അങ്ങനെ നമ്മുടെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിച്ച് വരുമ്പോഴാണ് കർത്താവ് നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. 4 വർഷം നമ്മൾ അങ്ങനെ വിശുദ്ധി പാലിക്കുമ്പോഴാണ് കർത്താവിൻ്റെ കൃപയിൽ വരുന്നത്. ഈ കൃപയിൽ വന്നാലോ പിന്നെ നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ജഡമല്ല, കർത്താവിൻ്റെ കൃപയായിരിക്കും നമ്മളെ ഓരോരുത്തരെയും നിയന്ത്രിക്കുന്നത്. അതാണ് റോമാക്കാർക്ക് ലേഖനത്തിൽ 6-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. അപ്പോൾ പാപം നമ്മുടെ ഈ മർത്യ ശരീരത്തിൽ ഭരണം നടത്തുമ്പോഴാണ് ജഡമോഹങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തുന്നത്. എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ. നമ്മുടെ ശരീരത്തെ നീതിയുടെ ആയുധങ്ങളായി പാപം ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ കൃപയിലേക്ക് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, കാരണം പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. ഈ കൃപയ്ക്ക് കീഴിലാണെങ്കിലോ ജഡം നമ്മളെ നയിക്കാതിരിക്കും. കർത്താവിൻ്റെ കൃപയിലേക്ക് നമ്മൾ വരണമെങ്കിൽ നമ്മൾ 4 വർഷം കർത്താവിൻ്റെ വചനവുമായിട്ടിരിക്കണം. വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ, നമ്മളുടെ കുദാശ സ്വീകരണത്തിലൂടെ, കുമ്പസാരത്തിലൂടെ, വിശുദ്ധ ജീവിതം നയിക്കുന്നത് വഴി നമ്മൾ ഈ ജഡത്തിൽ നിന്ന് വിട്ട് ആത്മാവിൻ്റെ രാജ്യത്തിലേക്ക് അഥവാ കൃപയിലേക്ക്, ഗ്രേസിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരും. ഇതിനായിട്ടാണ് ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. അല്ലെങ്കിലോ ഈ ജഡമോഹങ്ങൾ നമ്മളെ പാപത്തിലേക്ക് നയിക്കും, അവ മരണത്തിലേക്ക് നയിക്കും. പ്രഭാഷകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ 2 മുതൽ 5 വരെയുള്ള തിരുവചനത്തിൽ, അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത്, അവ നിന്നെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കീറും. അവ നിൻ്റെ ഇലകൾ ഭക്ഷിക്കുകയും നിൻ്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ ഒരു ഉണക്ക വൃക്ഷമായി തീരുകയും ചെയ്യും. ഇവിടെ പറയാണ്, അഭിലാഷങ്ങൾ, നമ്മുടെ മോഹങ്ങൾ, നമ്മുടെ ചിന്തകൾ, ആഗ്രഹങ്ങൾ എല്ലാം നമ്മൾ സാധിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇവിടെ പറയാണ്, അവ കാളക്കൂറ്റകനെ പോലെ നിന്നെ കുത്തിക്കീറും. കാളക്കൂറ്റിനെ കണ്ടാൽ ആ കാളക്കൂറ്റൻ നമ്മളെ കുത്തിക്കീറുന്നത് എങ്ങനെയാണ്? നമ്മളെ കുത്തിക്കൊല്ലുന്നത് പോലെ ഈ ഓരോ അഭിലാഷങ്ങളും പാപങ്ങളും നമ്മളെ കുത്തിക്കീറും. എന്നിട്ട് പറയണം, അവ നിൻ്റെ ഇലകൾ ഭക്ഷിക്കുകയും നിൻ്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ ഒരു ഉണക്ക വൃക്ഷമായി തീരും. അല്ലെങ്കിലോ ഈശോ പറയുന്നുണ്ട്, ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 7-8 തിരുവചനത്തിൽ, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതനാണ്, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിരിക്കുന്നു, അത് എന്നും ഫലം നൽകുന്നു, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. പറയാണ്, അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ടാലോ നമ്മൾ ഒരു ഉണക്ക വൃക്ഷമാകും. എന്നാൽ നമ്മൾ അഭിലാഷങ്ങളെ നിയന്ത്രിച്ചാലോ, കർത്താവിൻ്റെ കൃപയിൽ വന്നാലോ ദൈവിക ഫലങ്ങൾ ചൂടുന്നവരായിട്ട്, കൃപയിൽ നിറയപ്പെടുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറും. അപ്പോൾ ഈ മോഹപാപത്തിൽ നിന്ന് എപ്പോഴും നമ്മൾ ഓടിയകലണം. അവ എപ്പോഴും നമ്മളെ തന്നെ നിയന്ത്രിക്കണം. അതാണ് ഈശോ പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ, സർപ്പത്തെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരമായിരിക്കുവിൻ.
ഈ പാപത്തിൽ നിന്ന് നമ്മളെപ്പോഴും ഓടിയകലണം. അതാണ് പ്രഭാഷകൻ്റെ പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനത്തിൽ വലിയൊരു രഹസ്യം കർത്താവ് നമ്മോട് പറയുകയാണ്. മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്നതുപോലെ പാപത്തിൽ നിന്നോ ഓടി അകലുക. അടുത്ത് ചെന്നാൽ അത് കടിക്കും. അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ്. അത് നിൻ്റെ ജീവൻ അപഹരിക്കും. ഇവിടെയെല്ലാം പറയുകയാണ്, സർപ്പത്തെ കണ്ടാൽ, പാമ്പിനെ കണ്ടാൽ നമ്മൾ ആരെങ്കിലും അവിടെ നിൽക്കുമോ? ഇല്ല, ഓടും. ഇതുപോലെ പാപത്തിൽ നിന്ന് നമ്മൾ ഓടി അകന്നില്ലെങ്കിൽ അത് നമ്മളെ തീർച്ചയായിട്ടും വീഴിക്കും. കാരണം നമ്മുടെ എപ്പോഴും ടെൻഡൻസി, നമ്മുടെ ആ ചായ്വ് എപ്പോഴും തിന്മയിലേക്കാണ്. അത് എപ്പോഴും നമ്മളെ കീഴ്പ്പെടുത്താൻ നോക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം 7-ാം അധ്യായം 22-23 തിരുവചനത്തിൽ നമ്മൾ ഈ പാപത്തിൽ നിന്ന് ഓടി അകലുന്നില്ലെങ്കിൽ, ആ പാപത്തെ നമ്മൾ സമീപിച്ച് നിൽക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ മോഹപാപത്തെ, ജഡീക പാപങ്ങളെ, ലൈംഗിക പാപങ്ങളെ നമ്മൾ അതിൽ നിന്ന് ഓടി അകന്നില്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലൂടെ കർത്താവ് വളരെ വ്യക്തമായി അടിവരയിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. 7-ാം അധ്യായം 22-23 തിരുവചനത്തിൽ, കശാപ്പ് ശാലയിലേക്ക് കാള പോകുന്നത് പോലെ, ഉടലിനുള്ളിൽ അമ്പു തുളഞ്ഞ് കയറത്തക്ക വിധം കലമാൻ കുരുക്കിൽ പെടുന്നത് പോലെ, പക്ഷിയിൽ കെണിയിലേക്ക് പറന്ന് ചെല്ലുന്നത് പോലെ പെട്ടെന്ന് അവൻ അവളെ അനുഗമിക്കുന്നു. ജീവനാണ് തനിക്ക് നഷ്ടപ്പെടുത്താൻ പോകുന്നതെന്ന് അവൻ അറിയുന്നതേയില്ല. എല്ലാം വളരെ വ്യക്തമായിട്ട് ഉദാഹരണ സഹിതം പറയാണ്. കശാപ്പ് ശാലയിലേക്ക് കാള പോയാൽ തിരിച്ചു വരുമോ? ഒരിക്കലുമില്ല. ഉടലിനുള്ളിൽ അമ്പു തുളഞ്ഞ് കയറത്തക്ക വിധം കലമാൻ കുരുക്കിൽപ്പെട്ടാലോ? ഉടലിലേക്ക് അമ്പ് തറഞ്ഞു കയറിയാൽ കലമാൻ പിന്നെ രക്ഷപ്പെടുമോ? ഒരിക്കലുമില്ല. പക്ഷി കെണിയിലേക്ക് പറന്നു ചെന്നാലോ? ആ പക്ഷി കെണിയിൽ പെടുക തന്നെ ചെയ്യും, അതിൽ നിന്നും രക്ഷപ്പെടുകയില്ല. ഇതുപോലെ നമ്മൾ പാപത്തിന് നിന്നു കൊടുത്താലോ, പാപ സാഹചര്യങ്ങളിൽ നമ്മളവിടെ വെയിറ്റ് ചെയ്താലോ, തീർച്ചയായും പാപം നമ്മളെ ഓരോരുത്തരെയും കീഴ്പ്പെടുത്തും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, സർപ്പത്തിൽ നിന്നതുപോലെ പാപത്തിൽ നിന്നോ ഓടി അകലുക. പ്രത്യേകിച്ച് നമ്മുടെ ഈ ശരീരത്തിൻ്റെ പാപത്തിൽ നിന്ന്, ജഡീക പാപത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും ഓടണം കർത്താവിലേക്ക്, കർത്താവിൻ്റെ കൃപയിലേക്ക്. നമ്മൾ കൃപയിൽ വന്നാലോ കൃപ നമ്മളെ നിയന്ത്രിക്കും. പാപത്തിൽ നിന്നെല്ലാം നമുക്ക് വിട്ടു നിൽക്കാൻ പറ്റും. അതാണ് ഉൽപ്പത്തി പുസ്തകം 7-17 തിരുവചനത്തിൽ, വെള്ളപ്പൊക്കം 40 നാൾ തുടർന്നു, ജലനിരപ്പ് ഉയർന്നു, പെട്ടകം പൊങ്ങി ഭൂമിക്ക് മുകളിലായി. എന്നെല്ലാം പറയുകയാണ്, ആ പെട്ടകം വെള്ളത്തിൻ്റെ മുകളിൽ ഉയരുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും കൃപയിൽ വന്നാലോ പാപത്തിൻ്റെ മുകളിൽ നമ്മൾ ഓരോരുത്തരും ഉയരും. അല്ലെങ്കിലോ ഈ പാപം നമ്മളെ ഓരോരുത്തരെയും കീഴ്പ്പെടുത്തും. അത് ഈശോ പറയുന്നത്, നമ്മുടെ ഹൃദയത്തെ എപ്പോഴും ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക. ജീവൻ്റെ ഉറവകൾ ഈ ഹൃദയത്തിൽ നിന്നാണ് ഒഴുകുന്നത്. എല്ലാ പാപങ്ങളുടെയും അടിസ്ഥാനം നമ്മുടെ ഹൃദയത്തിലാണ്. അതാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 9-10 തിരുവചനത്തിൽ, ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാവിധം ദുഷിച്ചതുമാണ്, അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമ്മുടെ ഹൃദയമാണ് ഏറ്റവും മ്ലേച്ഛ വസ്തു. പക്ഷേ ഈ ഹൃദയത്തെ വിശുദ്ധീകരിച്ചാലോ, ഈ ഹൃദയത്തെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഈശോയുടെ ഹൃദയമായിട്ട് നമ്മുടെ ഹൃദയം മാറ്റിവെച്ചാലോ? അതാണ് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 26-27 തിരുവചനത്തിൽ, നിങ്ങൾക്കൊരു പുതിയ ഹൃദയം നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളെ ഞാൻ നിക്ഷേപിക്കും, എൻ്റെ ആത്മാവിനെ നിങ്ങളെ ഞാൻ നിക്ഷേപിക്കുമെന്നെല്ലാം ഈശോ പറയാണ്. ഈശോയുടെ ഹൃദയം, നമ്മുടെ ഹൃദയം എടുത്ത് ഒരു ശസ്ത്രക്രിയ നടത്തിയാലോ നമ്മുടെ ഹൃദയം ഏറ്റവും വിശുദ്ധിയുള്ളതായിത്തീരും. അതാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പറയുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. നമ്മൾ ഹൃദയശുദ്ധി പാലിക്കുമ്പോഴാണ്
ഈ ഹൃദയത്തെ നമ്മൾ പരിശുദ്ധ കന്യാമറിയത്തെ പോലെ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തെ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നത് പോലെ വചനം നമ്മൾ ഹൃദയത്തെ സൂക്ഷിച്ചാലോ നമ്മളിൽ ഓരോരുത്തരിലും മാംസമാവുകയാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം തിരുവചനത്തെ പറയുന്നത്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ സെൻ്റ് അഗസ്റ്റിൻ പറയുന്നത് പോലെ മനുഷ്യനെ ദൈവമാക്കാൻ ദൈവം മനുഷ്യനായിട്ട് അവതരിക്കുകയാണ്. കാരണം നമ്മൾ ഓരോരുത്തരും ആ മഹത്വീകരിക്കപ്പെട്ട ശരീരവുമായി സൃഷ്ടിക്കപ്പെട്ടവരാണ്. ആ ശരീരത്തിൻ്റെ അവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ എത്തിപ്പെടുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും ആ സൃഷ്ടികർമ്മം ദൈവത്തിൻ്റെ പൂർത്തിയാകുന്നത്. അതാണ് ഫിലിപ്പിയർ 3-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ പറയുന്നത്, സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തിയെടുത്തു. പലപ്പോഴും നമ്മുടെ ഈ ശരീരം ദുർബലമാണ്. അവ എപ്പോഴും നമ്മളെ പാപത്തിലേക്ക് നയിക്കും. അതാണ് റോമാക്കാർക്കെതിരെ ലേഖനം 8-ാം അധ്യായം 3 മുതലുള്ള തിരുവചനത്തിൽ, ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുത്തെ പുത്രനെ പാപപരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തെ ശിക്ഷ വിധിച്ചു. ഇതെല്ലാം പറയുകയാണ്. എന്തെന്നാൽ ജഡികമായി ജീവിക്കുന്നവർ ജഡീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ഇതെല്ലാം പറയാണ്. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. നമ്മുടെ മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണോ അതോ നമ്മൾ കർത്താവിൻ്റെ കൂടെയാണോ? നമുക്കൊന്ന് ധ്യാനിക്കാം. ഈ ശുദ്ധത എന്ന പുണ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മോഹം അല്ലെങ്കിൽ ചിന്ത ജഡീക പാപത്തിൻ്റെ മറുമരുന്നാണ് ശുദ്ധത എന്ന പുണ്യം. ഇതുകൊണ്ട് തന്നെയാണ് സഭ ബ്രഹ്മചര്യം എന്ന വ്രതമെടുത്തുകൊണ്ട് അനേകർ കർത്താവിന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നത്. കാരണം ഈ ജഡീക പാപത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി അനേകർ അതെടുക്കുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ വലിയ ഒരു അസറ്റായിട്ട് മാറുകയാണ്. നമ്മുടെ ബ്രഹ്മചര്യം എന്ന പുണ്യം മാറ്റുരയ്ക്കുന്നത് വിശ്വസ്തതയിലാണ്. എത്രമാത്രം നമ്മൾ ആ വിശുദ്ധിയിൽ നമ്മൾ വിശ്വസ്തരാണോ അതനുസരിച്ച് നമ്മുടെ അഭിഷേകവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ സൗരഭ്യം നമ്മളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും പുറത്തു വരും. അതാണ് 2 കൊരിന്തോസ് 2-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്, ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി. ഈശോ പറയുകയാണ്, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുമെന്ന് 1 പത്രോസ് 1-ാം അധ്യായം 15-ഉം 16-ഉം തിരുവചനത്തിൽ. നമ്മൾ വിശുദ്ധിയിൽ പരിപൂർണതയിലേക്ക് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിലോ നമ്മളിൽ നിന്ന് ദൈവത്തിൻ്റെ സൗരഭ്യം പടരുകയും നമ്മൾ എവിടെ ചെന്നാലും അവിടെയെല്ലാം ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും നമ്മളെവിടെ ചെന്നാലും കർത്താവ് നമ്മളെ വിജയത്തിലെത്തിക്കും. അതാണ് അവിശുദ്ധിയുടെ പരിപൂർണതയുടെ അടയാളം. അഭിഷേകത്തിൻ്റെ നമ്മുടെ ഓരോരുത്തരുടെയും അടയാളം എന്താണ്? വിശ്വസ്തതയാണ്. വിശുദ്ധിയിലുള്ള ശുദ്ധതയിലുള്ള വിശുദ്ധി നമ്മൾ ഓരോരുത്തരും കാത്തു സൂക്ഷിക്കുമ്പോൾ കർത്താവ് നമുക്ക് പ്രതിഫലം തരും. അതാണ് പ്രഭാഷകൻ്റെ പുസ്തകം 39-ാം അധ്യായം 12 മുതലുള്ള തിരുവചനത്തിൽ പറയുന്നത്, വിശ്വസ്തന്മാരായ പുത്രന്മാരെ എൻ്റെ വാക്ക് കേട്ട് അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ മുട്ടിടുവിൻ. എന്താണ് പനിനീർച്ചെടിയുടെ പ്രത്യേകത? കുന്തിരിക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂവണിയുകയും ചെയ്യുവിൻ. സുഗന്ധം പരത്തുകയും സ്തുതിഗീതം ആലപിക്കുകയും ചെയ്യുവിൻ. കർത്താവിൻ്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം അവിടുത്തെ വാഴ്ത്തുവിൻ. നമ്മൾ കുന്തിരിക്കം പോലെ സൗരഭ്യം പരത്തുന്നത്, ലില്ലി പോലെ പൂവണിയുന്നത് എപ്പോഴാണ്? വിശുദ്ധിയുടെ പൂർണ്ണത വരുമ്പോഴാണ്. ഇതിലേക്കാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും പിടിച്ചിരിക്കുന്നത്. അതാണ് പൗലോസ്ലീഹ പറയുന്നത്. 1 കൊരിന്തോസ് 3-ാം അധ്യായം
16ഉം 17ഉം തിരുവചനത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയമാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമായ ആ പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലങ്ങളായ നമുക്ക് ഓരോരുത്തർക്കും നമ്മളിൽ തന്നെ വിശുദ്ധി പാലിക്കാം. നമ്മുടെ ഓരോ ആഗ്രഹങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാം. നമ്മളെ തന്നെ നിയന്ത്രിക്കുമ്പോഴാണ് നമുക്ക് എവിടെ ചെന്നാലും കർത്താവിൽ വിജയം വരിക്കാൻ സാധിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, വിവാഹ ജീവിതം നയിക്കുന്നവർക്ക് ആ ജീവിതത്തിൽ വിശുദ്ധി കണ്ടെത്താൻ പറ്റുന്നില്ല. അവർ വിചാരിക്കും കർത്താവിന് വേണ്ടി ജീവിച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നെന്ന്. എന്നാൽ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവർ ചിന്തിക്കും ആ ജീവിതത്തിൽ മടുപ്പാണ്, വിവാഹ ജീവിതമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെന്ന്. ഒരിക്കലും അങ്ങനെയല്ല. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്ന വിളിയിൽ നമ്മൾ ഓരോരുത്തരും വിശുദ്ധി പാലിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ 1 കൊരിന്തോസ് 7:17 മുതൽ 24 വരെയുള്ള വചനത്തിൽ, കർത്താവ് നിന്നെ വിളിച്ചപ്പോൾ നീ അടിമയായിരുന്നോ? ആ വിളിയിൽ തന്നെ നമ്മൾ നിൽക്കുക. വിവാഹിതനായിരുന്നോ? നീ ഏകസ്ഥനായിരുന്നോ? നീ ബ്രഹ്മചരിയായിരുന്നോ? ആ അവസ്ഥയിൽ തന്നെ നമ്മൾ തുടർന്നുകൊണ്ട് ഏത് ജീവിതത്തിലും അതിൻ്റെ വിശുദ്ധി പാലിക്കുമ്പോഴാണ് കർത്താവ് നമ്മളിൽ ഓരോരുത്തരിലും പ്രസാദിക്കുന്നത്. കുടുംബജീവിതത്തിൽ ദാമ്പത്തിക വിശുദ്ധി കാത്തു പരിപാലിക്കുമ്പോൾ കർത്താവ് അവിടെ ഏറ്റവും അധികം പ്രസാദിക്കും. അതുകൊണ്ട് തന്നെയാണ് ഹെബ്രായർക്ക് ലേഖനം 13-ാം അധ്യായത്തിൽ 2ഉം 3ഉം തിരുവചനത്തിൽ മണവറ മലിനമാകാതെ കാത്തു സൂക്ഷിക്കാനൊക്കെ പറയുന്നത്. അവിടെയും നമ്മൾ വിശുദ്ധിയോടെ ആ ജീവിതം നയിക്കുമ്പോൾ കർത്താവ് ഏറ്റവും പ്രസാദിക്കുന്നത് ആ ജീവിതത്തിലാണ്. ഏത് ജീവിതത്തിലും നമ്മൾ വിശ്വസ്തരാണോ കർത്താവ് അവിടെയെല്ലാം പ്രസാദിക്കുകയും നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ശരീരത്തെ, നമ്മുടെ കണ്ണുകളെ, നമ്മുടെ ഓരോ അവയവങ്ങളെയും നിയന്ത്രിച്ച് ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ കൂടെ ജീവിക്കുന്നവരായിട്ട് മാറാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 8 മുതലുള്ള തിരുവചനത്തിൽ, നിന്റെ കയ്യോ കാലോ നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടി എറിഞ്ഞു കളയുക. 2 കൈകളും കാലുകളും ഉള്ളവനായി നിത്യാഗ്നിയിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അംഗവിഹീനനോ മുടന്തനോ ആയി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. നിന്റെ കണ്ണ് നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. 2 കണ്ണുകളോടും കൂടി നരകാഗ്നിയിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് 1 കണ്ണുള്ളവനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇവിടെ കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കണ്ണുകൾ ചൂഴ്ന്ന് കളയാനാണോ? നമ്മുടെ കൈയും കാലും വെട്ടിക്കളയാനാണോ? ഒരിക്കലുമല്ല. അതായത് പാപ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ ആ പാപ സാഹചര്യങ്ങളിലേക്ക് നോക്കണമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ നോക്കാതെ ആ കണ്ണിനെ നിയന്ത്രിക്കുന്നത് എന്തിനു തുല്യമാണ്? ഈ കണ്ണ് ചൂഴ്ന്നെടുത്ത് എറിയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ ഓരോ അവയവങ്ങളെയും നിയന്ത്രിച്ച് ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരായിട്ട് നമുക്ക് വളരാം. ആത്മാവിൻ്റെ നമ്മുടെ കാവൽക്കാരനാണ് നമ്മുടെ ശരീരം. ഈ കാലഘട്ടത്തിൽ ശുദ്ധതയ്ക്കോ വിശുദ്ധിക്കോ ഒരു പ്രാധാന്യവുമില്ലാത്ത കാലമാണ്. നമ്മൾ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ കൂടി അവർ ഏത് ലൈഫ് സ്റ്റൈൽ തിരഞ്ഞെടുക്കുന്നതോ അതുപോലെ ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ കൾച്ചറേ മാറിപ്പോയി. നമ്മുടെ ശരീരത്തിനൊരു മാന്യതയില്ലാത്ത കാലം. ഏത് പാപത്തിലും ഏത് സാഹചര്യത്തിലും ജീവിക്കുന്നവർ കർത്താവിൻ്റെ ശരീരത്തെ കർത്താവിൻ്റെ ശരീരമായി നമ്മുടെ കർത്താവിൻ്റെ ആലയമായിട്ട് നമ്മുടെ ശരീരത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ട് വിശുദ്ധരാകാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.